പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഏപ്രിൽ 9 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം ഏത് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അവർ പറയുക പിണറായി വിജയനെ തുരത്താനുള്ള, പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രിയെ ആട്ടിപ്പായിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത് എന്നായിരിക്കും. നിങ്ങൾ 100 പേരോട് ചോദിച്ചാൽ 99 പേരും നിങ്ങളോട് പറയുക. പറയാത്ത CPM-കാരുടെ മനസ്സിലും ഉയർന്നു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികാരം ഇതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എനിക്ക് ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്തിനൊക്കെ ശേഷം ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഇത്ര ശക്തമായിട്ടുള്ള ജനവികാരം മറ്റേതിനു മുമ്പൊരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാലോ, കേരളത്തിൽ എത്രയോ ഭരണാധികാരികൾ കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട്. ആൻ്റണി ഭരിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടി ഭരിച്ചിട്ടുണ്ട്, PS അച്യുതാനന്ദൻ ഭരിച്ചിട്ടുണ്ട്, നായനാർ ഭരിച്ചിട്ടുണ്ട്, അതിനു മുമ്പ് EMS ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ ഭരിച്ച ഒരു മുഖ്യമന്ത്രിമാർക്കെതിരെയും ഉയർന്നു വരാത്ത അത്ര അതിശക്തമായിട്ടുള്ള വികാരം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നേതാവിനെതിരെ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിക്കെതിരെ മാത്രമാണ്. ഒരർത്ഥത്തിൽ കരുണാകരനെതിരെ പോലും ഇത്രയും ശക്തമായിട്ടുള്ള ജനവികാരം ഉയർന്നു വന്നിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. കരുണാകരനെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരാൻ കാരണം വെച്ചാൽ പ്രധാനമായും കരുണാകരൻ അടിയന്തരാവസ്ഥയുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ പിണറായി വിജയനെതിരെ ഉയർന്നു വന്ന ജനവികാരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ, അതിഭീകരമല്ലേ? ജനങ്ങളോട് ചോദിച്ചാൽ പിണറായി പോകണം, പിണറായി പോകണം, പിണറായി പോകണം എന്നല്ലാതെ പറയുന്നവരാരുണ്ട്? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അത്രയ്ക്ക് ജനവിരുദ്ധനായി ഈ മനുഷ്യൻ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് മാറി എന്നല്ലേ നമുക്ക് കാണാൻ കഴിയുന്നു. അയാളുടെ പരാമർശങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുമോ? പരാമർശങ്ങൾ TP ചന്ദ്രശേഖരൻ എന്താ പറഞ്ഞത്? കുലംകുത്തി എന്ന് പറഞ്ഞു. വയനാട് ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് പറഞ്ഞു. NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് പറഞ്ഞു. മാതൃമീഡിയ എഡിറ്റർ ഗോപാലകൃഷ്ണ എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചു. പത്രപ്രവർത്തകരെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. ഇപ്പം അടുത്ത് ചോദ്യം ചോദിച്ച ഒരു CPM-കാരനോട് വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ കൈയടിച്ചാൽ ഞാൻ ഈ പണി നിർത്തി, ഈ പ്രസംഗം നിർത്തി പോകും എന്ന് CPM-ൻ്റെ അണികളോട് പറഞ്ഞു. ആലോചിച്ചു, ഇതുപോലൊരു നേതാവ് എപ്പോഴെങ്കിലും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കൾ? DYFI ക്രിമിനലുകൾ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലയടിച്ച് പൊട്ടിച്ചപ്പോൾ അവർ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പം അതുപോലൊരു നീചനും നികൃഷ്ടമായിട്ടുള്ളൊരു നേതാവിനെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ ഇതുവരെ? ഇനി അയാളുടെ ഭരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പാർട്ടി അയാളുടെ ചവിട്ടടിയിൽ, സർക്കാർ അയാളുടെ ചവിട്ടടിയിൽ. മത്സരിക്കുന്ന സമയം വന്നപ്പോൾ അയാളുടെ മരുമകന് വേണ്ടി 2 തവണ മത്സരിച്ചവരെ മാറ്റി നിർത്തി. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ മാറ്റി നിർത്തി. അത് നമ്മൾ കണ്ടു. പാർട്ടി സമ്പൂർണ്ണമായി അയാളുടെ ചവിട്ടടിയിൽ വരുന്നത് നമ്മൾ കണ്ടു. ഭരണം സമ്പൂർണ്ണമായി അയാളുടെ ചവിട്ടടിയിൽ വരുന്നത് നമ്മൾ കണ്ടു. അയാൾക്ക് തോന്നിയതുപോലെ തറവാട്ട് വകയായി കേരളത്തെ അയാൾ കൊണ്ടു നടക്കുന്നത് നമ്മൾ കണ്ടു. അയാളുടെ ധൂർത്തിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞു. പാരീസിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രത്തലവന്മാർ പോലും താമസിക്കാത്ത മുറിയിൽ ഒരു ദിവസം 7 ലക്ഷം രൂപയ്ക്ക് അയാൾ താമസിക്കുന്നത് നമ്മൾ കണ്ടു. ചെറ്റക്കുടിൽ നിന്ന് ജനിച്ചു വന്ന ഒരു നേതാവാണ്, നമ്മൾ ഓർക്കണം. അയാൾ 7 ലക്ഷം രൂപയ്ക്ക് താമസിക്കുന്നത് നമ്മൾ കണ്ടു. അയാളുടെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ വേണ്ടിയിട്ട് വർഷം 20 കോടി രൂപ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഒരു ദിവസം ഹെലികോപ്റ്റർ പറക്കാൻ 5 ലക്ഷം രൂപ വാടക കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അയാളുടെ ക്ലിഫ് ഹൗസിലെ വീട്, ക്ലിഫ് ഹൗസിലെ പശുത്തൊഴുത്തിന് വേണ്ടി 10-40 ലക്ഷം രൂപ ചെലവഴിക്കുന്നത് നമ്മൾ കണ്ടു. അയാളുടെ വീട്ടിൽ ഒരു നിലയിൽ നിന്ന് 2ാം നിലയിലേക്ക് പോകാൻ ലിഫ്റ്റ് വെക്കുന്നത് നമ്മൾ കണ്ടു. അയാൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒരു 5 നക്ഷത്ര സൗകര്യമുള്ള ബസ് ഉണ്ടാക്കിയിട്ട് ആ ബസ്സിൻ്റെ 2 പടി ചവിട്ടി ഇറങ്ങുന്നതിന് പകരം ലിഫ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. 1.5 കോടി രൂപ മുടക്കി 5 നക്ഷത്ര സൗകര്യമുള്ള കാറ് വാങ്ങിക്കുന്നത് നമ്മൾ കണ്ടു. അയാളുടെ കുടുംബങ്ങളെ പരിവാരങ്ങളെയും കൊണ്ട് ഏതാണ്ട് ഒരു 10-20 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നത് നമ്മൾ കണ്ടു. അയാൾക്കെതിരെ എത്രയോ അഴിമതി ആരോപണങ്ങൾ നമ്മൾ കേട്ടു.
അയാളുടെ മകൾക്കെതിരെ ആരോപണങ്ങൾ നമ്മൾ കേട്ടു. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ യാതൊരു സംശയവും വേണ്ട, ഇത്രയേറെ ജനവിരുദ്ധനും ഇത്രയേറെ അഹങ്കാരിയും താൻ പ്രമാണിയും ജന്മി മനോഭാവവുമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കേരളം കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഒരിക്കലും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയേറെ അഴിമതിക്കാരനായിട്ടുള്ള ഒരു നേതാവിനെ നമ്മൾ CPM-നകത്ത് കണ്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ CPM-നെ ആദ്യാവസാനം തകർത്ത് തരിപ്പണമാക്കിയ നേതാവ് ഇയാളല്ലേ? 2000 മുതൽ 2025 വരെ ഈ പാർട്ടിയെ തകർത്തില്ലാതാക്കിയതിൻ്റെ ഒരേ ഒരു ഉത്തരവാദി പിണറായി വിജയനല്ലേ സുഹൃത്തുക്കളെ? പാർട്ടി സംഘടനയെ തൻ്റെ കൈപ്പിടിയിലാക്കി, പാർട്ടി സെക്രട്ടേറിയറ്റിൽ തൻ്റെ ഏറാൻ മൂളികളെ കൊണ്ടുവച്ച് സെക്രട്ടേറിയറ്റ് കുത്തി നിറച്ചു, സംസ്ഥാന കമ്മിറ്റിയിൽ ഏറാൻ മൂളികളെ കൊണ്ടുവച്ച് കുത്തി നിറച്ചു, അവർക്കെല്ലാവർക്കും അധികാരത്തിൻ്റെ അപ്പക്കഷണങ്ങൾ കൊടുത്ത് തൻ്റെ കൂടെ നിർത്തി, മന്ത്രിസഭയിൽ താൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നടപ്പിലാകൂ എന്ന് ഉറപ്പുവരുത്തി, എല്ലാ വകുപ്പുകളുടെയും അന്തിമ അധികാരി താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരം മുഴുവൻ തന്നിലേക്ക് കേന്ദ്രീകരിച്ചു. അങ്ങനെ പാർട്ടിയെയും ഭരണകൂടത്തെയും ആദ്യാവസാനം തൻ്റെ വരുതിയിലാക്കി CPM എന്ന് പറയുന്ന ഈ വിപ്ലവ പാർട്ടിയെ ഒരു അഴിമതി പാർട്ടിയാക്കി ഇയാൾ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് മാറ്റിയില്ലേ സുഹൃത്തുക്കളെ? എന്ന് മാത്രമല്ല CPM-ൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ മുഴുവൻ അയാൾ നശിപ്പിച്ച് നാശമാക്കിയില്ലേ? BJP-യുടെ ഒരു B ടീമാക്കി അയാൾ കേരളത്തിലെ CPM-നെ അയാൾ മാറ്റിയില്ലേ? തൻ്റെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി CPM-നെ അടിമുടി കുത്തകവൽക്കരിച്ചില്ലേ, കോർപ്പറേറ്റ് വൽക്കരിച്ചില്ലേ അയാൾ? ശതകോടീശ്വരന്മാരുടെ ഒരു ദല്ലാളായി അയാൾ അധപ്പതിച്ചില്ലേ? ശതകോടീശ്വരന്മാരുടെ കാര്യങ്ങൾ ഭരണത്തിലിരുന്നുകൊണ്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായി, ഒരു കോടാലിക്കൈയായി പിണറായി വിജയൻ മാറിയില്ലേ സുഹൃത്തുക്കളെ? ഈ പാർട്ടി അധികാരത്തിലേറ്റാൻ വേണ്ടി ആദ്യാവസാനം പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് പാർട്ടി അണികളുടെ മുന്നിൽ അയാളൊരു രക്തരക്ഷസായിട്ടല്ലേ ഇപ്പോൾ നിൽക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒറ്റയടിക്ക് ഈ പാർട്ടിയെ തകർക്കുകയല്ലേ അയാൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ട് കാലം കൊണ്ട് അയാൾ ചെയ്തത്. നമുക്കറിയാം EMS, CH കണാരൻ, ചടയൻ ഗോവിന്ദൻ, നായനാർ, VS അവരുടെയൊക്കെ നേതൃത്വത്തിൽ വളർന്ന് പടർന്ന് പന്തലിച്ച ഈ CPM എന്ന് പറഞ്ഞിട്ടുള്ള ഈ മഹാപ്രസ്ഥാനത്തെ ഒരു കൂട്ടം നിക്ഷിപ്ത താല്പര്യക്കാരുടെയും ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റുകളുടെയും ഉള്ളംകൈയിൽ കൊണ്ടുവന്ന് കരതലാമലകം പോലെ വെച്ചു കൊടുക്കുകയല്ലേ പിണറായി വിജയൻ കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് ചെയ്തത്. 375 കോടി രൂപയുടെ അഴിമതി കേസിൽ പ്രതിയായിരിക്കുമ്പോൾ പോലും സംസ്ഥാന സെക്രട്ടറിയായി തുടർന്ന ആളല്ലേ ഇയാൾ 2007 മുതൽ 2013 വരെ. നീതിന്യായ വ്യവസ്ഥയെ പോലും സ്വാധീനിക്കുന്ന ആള് എന്നുള്ള ആരോപണം ഇയാൾക്കെതിരെ നമ്മൾ കേട്ടില്ലേ? കാരണം ഇയാൾ പ്രതിയായിട്ടുള്ള ലാവ്ലിൻ കേസിൻ്റെ അപ്പീല് 2017 മുതൽ 2026 വരെ സുപ്രീം കോടതിയിൽ പൊടി പിടിച്ച് കിടക്കുകയാണ്. കേൾക്കുന്നു പോലുമില്ല ലാവ്ലിൻ കേസ്. 10-40 തവണ മാറ്റിവെച്ചു ആ കേസ്. അതിൽ ഓരോ തവണ മാറ്റിവെക്കുമ്പോഴും CBI ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ തുക അഴിമതി കൈക്കൂലിയായി കിട്ടുന്നുണ്ട് എന്നാണ് ആരോപണം കേൾക്കുന്നത്. ഓരോ തവണ മാറ്റിവെക്കുമ്പോഴും CBI ഉദ്യോഗസ്ഥന്മാർക്ക് 10 ലക്ഷം രൂപയിൽ നിന്ന് കിട്ടുന്ന ആരോപണമായി ഉയർന്നു കേൾക്കും. കഴിഞ്ഞ 1.5 വർഷക്കാലമായി സുപ്രീം കോടതിയുടെ ബെഞ്ചിൻ്റെ മുന്നിൽ പോലും ലാവ്ലിൻ കേസ് വന്നിട്ടില്ല സുഹൃത്തുക്കളെ. അപ്പോൾ അതുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയെ പോലും സ്വാധീനിക്കുന്നു പറയുന്ന ആൾ. ഇയാളുടെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാസപ്പടി കേസ് അതേതാണ്ട് ഒരു 25-26 തവണയാണ് ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചത്. അതിന് പുറകിലും ഇതുപോലെ വലിയ കൈക്കൂലിയുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ CPM-നെ തകർത്ത് തരിപ്പണമാക്കിയ, കേരളത്തിലെ CPM-നെ തൻ്റെ ചവിട്ടടിയിൽ ചവിട്ടി അരച്ച, കേരളത്തിലെ CPM-നെ ഈ കൊള്ളക്കാരുടെയും നിക്ഷിപ്ത താല്പര്യക്കാരുടെയും ഭൂമി കൈയേറ്റക്കാരുടെയും സ്ത്രീപീഡകരുടെയും ഒക്കെ ഒരു കോടാലിക്കൈയായി അധപ്പതിപ്പിച്ച ഒരു നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെയാണ് ആ പിണറായി വിജയനിൽ നിന്ന് എന്നേക്കുമായി
വിമോചിക്കപ്പെടണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആഗ്രഹിക്കുന്നത് അതാണ്. ഇപ്പോൾ BJP-കാരനോട് ചോദിച്ചാലും അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പിണറായി വിജയൻ പോവുക എന്നുള്ളതാണ്. CPM-കാരനോട് ചോദിച്ചാലും അത് തന്നെയാണ്. അവൻ പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അവൻ വോട്ട് ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് ഏപ്രിൽ 9 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം, ആ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വിങ്ങി വിങ്ങി നിൽക്കേണ്ട ഒരു വികാരം, വിജൃംഭിച്ച് നിൽക്കേണ്ട ഒരു വികാരം എന്ന് പറയുന്നത് പിണറായി വിജയനെ നമുക്ക് ആട്ടിപ്പായിക്കണം, പിണറായി വിജയനെ നമുക്ക് അധികാരത്തിൽ നിന്ന് പുറന്തള്ളണം, പിണറായി വിജയനിൽ നിന്ന് നമുക്ക് വിമോചനം നേടണം. ഇതായിരിക്കണം നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമാണ് എന്ന് കൂടി എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കും. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയനെ അതിജീവിച്ച് എങ്ങനെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പോലും എനിക്ക് വളരെ അത്ഭുതകരമായിട്ടാണ്. കാരണം 2017 8 ദിവസം എന്നെ ഒരു കാരണവുമില്ലാതെ ജയിലിൽ പിടിച്ചിട്ടു പിണറായി വിജയൻ. എൻ്റെ അമ്മ അന്ന് നിരാഹാരം നടത്തിയിട്ടാണ് എനിക്കന്ന് പുറത്തു വരാൻ കഴിഞ്ഞത്. അതിനുശേഷം ഈ കഴിഞ്ഞ വർഷം എന്നെ കസ്റ്റഡിയിലെടുത്തു. ഒരു വ്യാജ പരാതിയുടെ പേരിൽ എന്നെ കസ്റ്റഡിയിലെടുത്തു. അന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് സത്യം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ജാമ്യത്തിൽ പുറത്തു വന്നത്. അതിനുശേഷം ഈ പിണറായി വിജയൻ്റെ ഒരു കോടാലിക്കൈയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുത്ത കള്ളക്കേസിൻ്റെ ഭാഗമായി എൻ്റെ വീട്ടിൽ വന്ന് പോലീസ് റെയ്ഡ് നടത്തി സുഹൃത്തുക്കളെ. അപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഈ 10 വർഷക്കാലം എങ്ങനെ ജീവനോടെ ഇരിക്കാൻ കഴിഞ്ഞു എന്നതുപോലും വലിയൊരു അത്ഭുതമായി തോന്നുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏപ്രിൽ 9 എന്ന് പറഞ്ഞ ദിവസം നമ്മൾ മനസ്സിൽ കുറിച്ചിടണം. അന്നാണ് പിണറായി വിജയനിൽ നിന്ന് നമ്മൾ വിമോചനം നേടാൻ പോകുന്ന ദിവസം. പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ രക്തരക്ഷസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്ന ആ രക്തരക്ഷസിൻ്റെ ക്രച്ചസിൽ നിന്ന് നമ്മൾ ലിബറേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ദിവസമാണ് ഏപ്രിൽ 9 എന്ന് നമ്മൾ ഓർക്കണം. അതായിരിക്കണം നമ്മുടെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം. ആ വിവരം നമ്മൾ പുറത്തറിയാൻ പോകുന്നത്, തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാൻ പോകുന്നത് മെയ് 4 എന്നുള്ളതും പ്രസക്തമാണ്. ഈ പിണറായി വിജയൻ ഏർപ്പാടാക്കിയ വാടക ഗുണ്ടകൾ മുഖത്ത് 51 വെട്ടിക്കൊന്ന കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള TP ചന്ദ്രശേഖരൻ്റെ കൊല ചെയ്യപ്പെട്ട ദിവസമാണ് ഈ രക്തരക്ഷസായിട്ടുള്ള ഈ പിണറായി വിജയനിൽ നിന്ന് നമ്മൾ വിമുക്തരാകാൻ പോകുന്നത് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.